എപ്പോഴും ഈ സൂറത്താ പാരായണം ചെയ്യണേ. നബിതങ്ങൾ ആ സഹാബിയെ കണ്ടു. ആ സഹാബിയോട് ചോദിച്ചു, നിനക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എന്തേ എപ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്യണേ? നീ എന്തേ വേറെ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു എന്നൊരു പരാതി ആ സ്വഹാബി നബിതങ്ങളോട് പറഞ്ഞു. നബി, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ, അതാ ഞാൻ ഇങ്ങനെ ഓതണേ. എന്റെ വേറെ ഒന്നുമില്ല, 114 സൂറത്തുണ്ടല്ലോ, എന്ത് ഇതിനോട് മാത്രം ഇത്ര പ്രത്യേകത? എന്തേ ഇതിനോട് മാത്രം നിനക്ക് ഇത്ര സ്നേഹമെന്തേ? ആ സഹാബി നബിതങ്ങളോട് പറഞ്ഞു അത്രേ, നബിയേ, അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത ഇഷ്ടമാ, അതുകൊണ്ടാണ് നബിയെ ഞാൻ പാരായണം ചെയ്യുന്നത്. നബിതങ്ങൾ പറഞ്ഞു പൊക്കൊള്ളാൻ, യോതിക്കൊള്ളാൻ. ആ സ്വഹാബി തിരിച്ചു പോകുമ്പോ പരാതി പറഞ്ഞവരോട് പറഞ്ഞു അത്രേ, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുവയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ അറിയാത്ത ആരാവുള്ളത്? എല്ലാവർക്കും അറിയുമടോ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ. അത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താ, അത് തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്താ. ആ സൂറത്ത് പാരായണം ചെയ്യണം സഹോദരാ. ആ പാരായണം ചെയ്ത സ്വഹാബിയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞതാ മനുഷ്യന് സ്വർഗത്തിലാണെന്നാണ്. നബിതങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ വനല്ലാഹു ലഹു കസുറാ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യന് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അത് 10 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്താൽ അല്ലാഹുവിന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ഈ പരിശുദ്ധമായ റമളാനിന്റെ അവസാന ദിനങ്ങളിലേക്ക് കടന്നു പോകുമ്പോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശം ഈ 2 സൂറത്തുകളാ സഹോദരാ. നിങ്ങളെ പാരായണം ചെയ്യണേ പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ.